ഹലോ മക്കളെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും ഞാൻ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ നവംബർ 1 കേരള പിറവി, നമ്മുടെ കേരളം ജനിച്ച ദിവസമാണ്. അപ്പോൾ കേരള പിറവിയുമായി ബന്ധപ്പെട്ട് നിരവധിയായ ക്വിസ് മത്സരങ്ങൾ നടത്താറുണ്ട്. ആ ക്വിസ് മത്സരങ്ങളിലൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കുറേയധികം ചോദ്യങ്ങളുണ്ട്. ഇതൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾ മറ്റുള്ള കൂട്ടുകാരിലേക്കും ആളുകളിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നു. ആദ്യ ചോദ്യം ഇതാണ്: പ്രസിദ്ധ പക്ഷി സങ്കേതം, പക്ഷി പാതാളം എന്നറിയപ്പെടുന്ന ഈ ഒരു പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പ്രസിദ്ധമായ പക്ഷി സങ്കേതമായ പക്ഷി പാതാളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം നിങ്ങൾ എല്ലാവരും ഓർത്തു വയ്ക്കുക. യെസ്, വയനാട്ടിലെ ബ്രഹ്മഗിരി മലനിരകളിൽ. ഓക്കെ, വയനാട്ടിലെ ബ്രഹ്മഗിരി മലനിരകളിലാണ് ഈ ഒരു പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം: ചാമ്പൽ മലയണ്ണാൻ എന്ന അപൂർവ ഇനം അണ്ണാൻ കാണപ്പെടുന്നത് എവിടെയാണ്? ചാമ്പൽ മലയണ്ണാൻ. ഓർത്തു വയ്ക്കുക അതിൻ്റെ കൃത്യമായ ഉത്തരം ചിന്നാർ. ഓക്കെ, ഉത്തരം ചിന്നാർ. ഇത് നമ്മൾ നെക്സ്റ്റ് ചോദ്യത്തിലോട്ട് പോവുകയാണ്. കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ചോദ്യം പരിചയപ്പെട്ടു പോവുക. ചോദ്യം ഇതാണ്: ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള ജില്ല ഏത്? നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കിട്ടുന്ന ഒരു ഉത്തരം തന്നെയാണ്. ഒരുപക്ഷെ ഈ ഒരു വീഡിയോയിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾ ജില്ല പരിചയപ്പെട്ട് പോയിട്ടുണ്ടായിരിക്കും അല്ലെ? ഏകദേശം 14 ജില്ലയും നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും, മനസ്സിലാക്കി പോയിട്ടുണ്ടാവും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അല്ലേ നമ്മൾ മുമ്പേ പഠിക്കുന്നുണ്ട്. അങ്ങനെ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള ജില്ലയാണ് ഉത്തരം യെസ്, ഇടുക്കി. തൊട്ട അടുത്ത ചോദ്യം: കേരളത്തിലെ ആദ്യ ദേശീയ ഉദ്യാനം ഏത്? കേരളത്തിലെ ആദ്യ ദേശീയ ഉദ്യാനം ഉത്തരം യെസ്, ഇരവികുളം. ഇരവികുളമാണ് ആദ്യ ദേശീയ ഉദ്യാനം. അടുത്ത ചോദ്യം: കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം ഏത്? നിങ്ങളൊന്ന് മനസ്സിലോട്ട് കൊണ്ടുവരിക. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം എന്നറിയപ്പെടുന്ന ദേശീയ ഉദ്യാനം ഏതാണ് എന്നുള്ളത് മനസ്സിലോട്ട് കൊണ്ടുവരിക. ഉത്തരം യെസ്, ഇരവികുളം തന്നെയാണ്. ഓർത്തേക്കുക, ഇരവികുളം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രം ഏത്? വളരെ പ്രധാനപ്പെട്ട, ചിത്രത്തിൽ തന്നെ ഉണ്ട് അല്ലേ അതിൻ്റെ ഉത്തരം. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രം ഏതാണ്? ആ ഒരു ഫ്ലവർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? യെസ്, തീർച്ചയായും ഉത്തരം ഇരവികുളം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: കേരളത്തിലെ ഒരേ ഒരു ബയോളജിക്കൽ പാർക്ക് ഏതാണ്? കേരളത്തിലെ ഒരേ ഒരു ബയോളജിക്കൽ പാർക്ക് ഏതാണ് എന്നാണ് ചോദ്യം. കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. ഉത്തരം യെസ്, അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക്. ഓക്കെ, അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക്. അടുത്ത ചോദ്യം: കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏത്? അല്ലെ, ദേശീയോദ്യാനം തന്നെ വലുതാണ്, എന്നാൽ അതിൽ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം ഏത് എന്നാണ് ചോദ്യം. ഉത്തരം പാമ്പാടും ചോല. ഓക്കെ, പാമ്പാടും ചോല നാഷണൽ പാർക്കാണ് ഉത്തരം. ഓക്കെ, മൂന്നാറിലാണ് സ്ഥിതി ചെയ്യുന്നത്, കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: കേരളത്തിലെ ആദ്യത്തെ അണക്കെട്ട് ഏതാണ്? കേരളവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ആദ്യത്തെ അണക്കെട്ട് ഏത് എന്നാണ് ചോദ്യം. കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. കേരളത്തിലെ ആദ്യത്തെ അണക്കെട്ടാണ് ഉത്തരം യെസ്, മുല്ലപ്പെരിയാർ. അല്ലെ, വളരെയധികം പ്രാധാന്യത്തോടെ അല്ലെങ്കിൽ ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ഡാമിൻ്റെ പേര് മുല്ലപ്പെരിയാർ എന്നാണ്. അല്ലെ, ഇപ്പോൾ പൊട്ടും എന്നുള്ള രീതിയിൽ നമ്മൾ പേടിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഡാം കൂടിയാണ് മുല്ലപ്പെരിയാർ. മുല്ലപ്പെരിയാറാണ് കേരളത്തിലെ ആദ്യത്തെ അണക്കെട്ട്. ദെൻ അടുത്ത ചോദ്യം: കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഏത്? ആദ്യ അണക്കെട്ട് നമ്മൾ പരിചയപ്പെട്ടു. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം സെയിം തന്നെയാണ്, മുല്ലപ്പെരിയാർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏത് എന്നാണ് ചോദ്യം. ഓർത്തു വയ്ക്കുക നിങ്ങൾ. ഉത്തരം കല്ലട. ഓക്കെ, ഉത്തരം കല്ലട. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: കേരള സർക്കാർ ആരംഭിച്ച മഴവെള്ളക്കൊയ്ത്ത് പദ്ധതി. കേരള സർക്കാർ ആരംഭിച്ച മഴവെള്ളക്കൊയ്ത്ത് പദ്ധതി ഉത്തരം യെസ്, വർഷ. ഓക്കെ, വർഷയാണ് ആ ഒരു പദ്ധതി. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഏതാണ്? ഓക്കെ, ഏത് തരം വൈദ്യുതി എന്നാണ് ചോദ്യം. ഉത്തരം യെസ്, ജലവൈദ്യുതിയാണ്. ജലവൈദ്യുതിയാണ്, ഓർത്തു വയ്ക്കുക കൃത്യമായിട്ട്. അടുത്ത ചോദ്യം:
ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള കേരളത്തിലെ ജില്ല ഏത്? ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള കേരളത്തിലെ ജില്ലയാണ്, ഓർത്തു വയ്ക്കുക, ഇടുക്കി. ഓക്കെ, വളരെ പ്രാധാന്യമുള്ള ഒരു ജില്ല കൂടിയാണ് ഇടുക്കി. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ദേശീയ ഉദ്യാനങ്ങൾ ഏറ്റവും കൂടുതലുള്ള ജില്ല, ഏറ്റവും വലിയ ജില്ല. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ടൈമിൽ അല്ലെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ കൂടിയാണ് ആ ഒരു ചോദ്യങ്ങൾ. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത്? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ്, ഓർത്തു വയ്ക്കുക, പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി. ഓക്കെ, അങ്ങനെ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് പൊതുവെ വരാറുള്ളത്. നിങ്ങൾ പഠിച്ചു പോകേണ്ട ചോദ്യങ്ങളും എന്ത് തന്നെയാണ്, ഇതേപോലെയുള്ള ചോദ്യങ്ങളാണ്. പള്ളിവാസൽ പദ്ധതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പള്ളിവാസൽ പദ്ധതി സ്ഥിതി ചെയ്യുന്നത്, ഉത്തരം ഓർത്തു വയ്ക്കുക നിങ്ങൾ കൃത്യമായിട്ട്, പെരിയാർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം ഏത്? ഉത്തരം ഇടുക്കി ആർച്ച് ഡാം. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യം ഏത്? ഓക്കെ, കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ ചിത്രത്തിൽ കാണാം അല്ലെ, ആരാണ്? യെസ്, തീർച്ചയായും ഉത്തരം കാനഡ. കാനഡയുടെ ഫ്ലാഗ് ആണ് ചിത്രത്തിൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ കാനഡയാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഉത്തരം. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോക ബാങ്കിന്റെ സഹായത്തോടെ കേരളത്തിൽ നടപ്പാക്കുന്ന ശുദ്ധജല വിതരണ ശുചിത്വ പദ്ധതി ഏത്? ഓക്കെ, ലോക ബാങ്കിന്റെ സഹായത്തോടെ കേരളത്തിൽ നടപ്പാക്കുന്ന ശുദ്ധജല വിതരണ ശുചിത്വ പദ്ധതിയാണ്, ഉത്തരം യെസ്, ജലനിധി. ജലനിധിയാണ് ആ ശുദ്ധജല വിതരണ ശുചിത്വ പദ്ധതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത്? മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഉത്തരം കുറ്റ്യാടി. ഓർത്തു വയ്ക്കുക, കുറ്റ്യാടി. ദെൻ അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഉത്തരം യെസ്, ഇടുക്കി ജലവൈദ്യുത പദ്ധതി. ഓർത്തു വയ്ക്കുക, ഇടുക്കി ജലവൈദ്യുത പദ്ധതി. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിൽ തിരമാലയിൽ നിന്ന് ആദ്യമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചത് എവിടെയാണ്? കേരളത്തിൽ തിരമാലയിൽ നിന്ന് ആദ്യമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചത് എവിടെയാണ് എന്നാണ് ചോദ്യം. കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തു വയ്ക്കുക, എന്താണ്? വിഴിഞ്ഞം. ഓർത്തു വയ്ക്കുക, വിഴിഞ്ഞം. ഇപ്പോൾ വളരെ പ്രാധാന്യപ്പെട്ട ഒരു സ്ഥലമായിട്ട് വിഴിഞ്ഞം മാറിയിട്ടുണ്ട് അല്ലേ. വെല്ലിംഗ്ടൺ ഐലൻഡ് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? വെല്ലിംഗ്ടൺ ഐലൻഡ് ചിത്രത്തിലുണ്ട്. കൃത്യമായിട്ടുള്ള ഉത്തരം എറണാകുളം ജില്ല. എറണാകുളം ജില്ലയിലാണ് വെല്ലിംഗ്ടൺ ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത്. പോയിട്ടില്ലെങ്കിൽ പോയി കാണേണ്ട ഒരു സ്ഥലം കൂടിയാണ് വെല്ലിംഗ്ടൺ ഐലൻഡ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്ത്, ഉത്തരം വളപട്ടണം. ഓർത്തു വയ്ക്കുക, വളപട്ടണം. ഇത്രയും ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഇതുപോലെ വളരെ പ്രധാനപ്പെട്ട കുറേയധികം ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചാനലിൽ തയ്യാറാക്കി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഭാഗമായി കാണുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ള ആളുകളിലേക്കും കൂട്ടുകാരിലേക്കൊക്കെ എന്ത് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.